ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹക്കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെഡ് വെൽവെറ്റ് കേക്കാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ രുചികരമായിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബട്ടർ മിൽക്കാണ്. അപ്പം നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലുള്ള ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു നുള്ളുപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 3 തവണയെങ്കിലും ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. എന്നാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ. ഞാനിതൊന്ന് 3 തവണ അരിച്ചെടുക്കട്ടെ. കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം 3 തവണ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ചെയ്യുന്നതിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 എഗ്ഗ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു വിസ്കി യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ കേക്ക് വെറ്റ് ചെയ്യുന്നതിനുള്ള ബാറ്റർ 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, ഒത്തിരി മിക്സ് ചെയ്യണ്ട. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് ചെയ്യുന്നതിനുള്ള ബാറ്റർ ഇവിടെ റെഡിയാണ്. ബട്ടർ മിൽക്ക് ഒട്ടും തന്നെ തരിയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ബട്ടർ മിൽക്കിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ടൊമാറ്റോ റെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബട്ടർ മിൽക്കിൻ്റെ കളർ ആഡ് ചെയ്ത മിക്സ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കാം. ഒറ്റയടിക്ക് ഫുള്ള് ചേർക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിനുള്ള ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്.
അതിലൊരു പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ച് ഇതെല്ലാം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്നതിനുള്ള ട്രേ നന്നായിട്ട് ഓയിൽ ഒഴിച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള എയർ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കിട്ടണം. നന്നായിട്ട് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒരു പഴയ ചുവട് കട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അത് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ കേക്ക് മിക്സ് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി ലോ ഫ്ലെയിമിൽ 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് 35 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്നൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ട് കാണിക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.